ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അതിരൂക്ഷമായ വാദപ്രതിവാദം. രാഹുലിനെതിരെ തെളിവുകൾ നിരത്തി പ്രോസിക്യൂഷൻ. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതിനും ലൈംഗികമായി ഉപദ്രവിച്ചതിനും തെളിവ്. രാഹുൽ അടുപ്പം സ്ഥാപിച്ചത് കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടാണെന്നും പ്രോസിക്യൂഷൻ. രാഹുൽ മാങ്കൂട്ടത്തിലും പെൺകുട്ടിയും തമ്മിലുള്ള ലൈംഗിക ബന്ധം പരസ്പര സമ്മതപ്രകാരമെന്ന് പ്രതിഭാഗം. പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന കാലയളവിൽ പെൺകുട്ടിക്ക് പോലീസുമായി അടുത്ത ബന്ധം. എന്നിട്ടും എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് പ്രതിഭാഗത്തിന്റെ ചോദ്യം. വാദം നടക്കുന്നത് അടച്ചിട്ട കോടതിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെടുക്കുന്നതിൽ നിലപാടില്ലാതെ ആടിയുലഞ്ഞ് കോൺഗ്രസ്. കടുത്ത നടപടിയെടുത്തില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് ദീപാദാസ് മുൻഷി. പുറത്താക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ സണ്ണി ജോസഫ്. രാഹുൽ ഗാന്ധിക്ക് പരാതി കിട്ടിയോ എന്ന ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി KPC പ്രസിഡന്റ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി പാർട്ടിക്ക് കിട്ടിയില്ല എന്ന വാദത്തിൽ മലക്കം മറിഞ്ഞ സണ്ണി ജോസഫ്. മുമ്പും പരാതി കിട്ടിയെന്ന് സമ്മതിച്ച് KPCC അധ്യക്ഷൻ. അന്നും പരാതി DGPക്ക് കൈമാറി എന്ന് സണ്ണി ജോസഫ്. മണിക്കൂറുകൾക്കുള്ളിൽ പരാതി കിട്ടിയില്ല എന്ന് മാറ്റിപ്പറഞ്ഞ പ്രസിഡന്റ്. മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന് VD സതീശനടക്കം ഒരു വിഭാഗം. പാർട്ടിക്ക് പോറലേൽക്കാതെ കൂടുതൽ നടപടി ആലോചിച്ച് എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് K മുരളീധരൻ. കൊള്ളിയെ പിന്തുണക്കുന്നവർക്കും പുറത്തു പോകാം. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസിനില്ല എന്ന് രമേശ് ചെന്നിത്തല. ന്യൂസ് മലയാളം ബ്രേക്കിംഗ്. ബലാത്സംഗ കേസിൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായക തെളിവ്. ആദ്യ പരാതിക്കാരി പീഡനത്തിന് ഇരയായെന്ന് സ്ഥിരീകരിച്ച ഡോക്ടർ. വൈദ്യപരിശോധനയിൽ ശരീരത്തിൽ പഴക്കമുള്ള മുറിവുകൾ കണ്ടെത്തി. രണ്ടാം ബലാത്സംഗ പരാതി SITക്ക് കൈമാറി DGP. 23-കാരിയെ കണ്ടെത്താൻ ഇമെയിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം. ബലാത്സംഗ കേസിൽ SIT അരിച്ചുപെറുക്കിയിട്ടും 7-ാം ദിനവും മാങ്കൂട്ടത്തിൽ കാണാമറയത്ത്. രാഹുൽ മുങ്ങിയതിന്റെ റൂട്ട് മാപ്പ് എടുത്ത് പോലീസ്. സംസ്ഥാനം വിട്ട് തമിഴ്നാട്ടിലേക്ക് കടന്നത് സുഹൃത്തിന്റെ സഹായത്തോടെ. നടുപ്പൂണി എത്തും മുമ്പ് CCTV ഇല്ലാത്ത വഴിയിൽ കാർ ഉപേക്ഷിച്ചെന്നും കണ്ടെത്തൽ. രാഹുലിന് കാർ നൽകിയതിൽ നടിയോട് വിവരങ്ങൾ തേടി SIT. രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ താൻ കുറെ അധ്വാനിച്ചെന്ന് സമ്മതിച്ച് ഷാഫി പറമ്പിൽ. വ്യക്തിബന്ധം പാർട്ടി നടപടിയെ ബാധിക്കില്ലെന്നും ഷാഫി. പോലീസ് നടപടികളെ ഒരു തരത്തിലും എതിർക്കില്ല എന്ന് അബിൻ ബർക്കി. ഇപ്പോഴും കടുത്ത വാക്കുപയോഗിക്കാതെ OJ ജനീഷ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചോദ്യം ചോദിച്ചതിന് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച കോൺഗ്രസ് പ്രവർത്തകർ. പാലക്കാട്ടെ കോൺഗ്രസ് അതിക്രമം. രമേശ് ചെന്നിത്തല സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകരെ ഉന്നം വെച്ചുള്ള കോൺഗ്രസുകാരുടെ പ്രകോപനം തുടർച്ചയായ 2-ാം ദിനം. അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് വീണ്ടും തിരിച്ചടി. 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ട് തിരുവനന്തപുരം ACJM കോടതി. സെഷൻസ് കോടതിയിലും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. നിരാഹാര സമരം തുടർന്ന് രാഹുൽ ഈശ്വർ. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ ഈശ്വറിനെ ആശുപത്രിയിലാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിന് SITക്ക് 1 മാസം കൂടി സമയം അനുവദിച്ച് ഹൈക്കോടതി. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. രേഖകൾ ആവശ്യപ്പെട്ടുള്ള അപേക്ഷ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. N ബാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. നേമത്ത് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച രാജീവ് ചന്ദ്രശേഖറിന് മറുപടിയുമായി മന്ത്രി B ശിവൻകുട്ടി. നേമത്ത് ഇനി BJPക്ക് അക്കൗണ്ട് തുറക്കാനാവില്ല. ഒരിക്കലും തുറക്കാൻ കഴിയാത്ത തരത്തിൽ പൂട്ടിച്ചെന്നും ആര് വിചാരിച്ചാലും തുറക്കാനാവില്ലെന്നും മന്ത്രി. നേമത്ത് BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് ഇനി ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ പൂട്ടിയേക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ തുറക്കാൻ പ്രയാസമായിരിക്കും. കനത്ത മഴയിൽ മുങ്ങി മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാത. ഡിവൈൻ നഗർ അടിപ്പാത പ്രദേശത്തും മുരിങ്ങൂരിലും വെള്ളക്കെട്ട്. തൃശൂർ എറണാകുളം പാതയിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക്.
നാവികസേനാ ദിനാഘോഷം ഇന്ന് തിരുവനന്തപുരം ശംഖുമുഖം തീരത്ത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥി. കരുത്തു കാട്ടാൻ INS വിക്രാന്തും മിഗ് വിമാനങ്ങളും തയ്യാർ. നഗരത്തിൽ ഉച്ചമുതൽ ഗതാഗത ക്രമീകരണം. തമിഴ്നാട്ടിൽ കനത്ത നാശം വിതച്ച് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. ഷോക്കേറ്റും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും കുടുങ്ങി മരിച്ചത് 4 പേർ. 154 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജം. 4 ജില്ലകളിലായി നശിച്ചത് 85,500 ഹെക്ടർ കൃഷിഭൂമി. 1 ഹെക്ടറിന് 20,000 രൂപ വെച്ച് സർക്കാർ ധനസഹായം. SIR ജോലിക്കിടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് പശ്ചിമബംഗാൾ സർക്കാർ. 39 പേരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം. ജോലിക്കിടെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായവർക്ക് 1 ലക്ഷം. ജനങ്ങളെ ഭീതിയിലേക്ക് തള്ളിവിടില്ലെന്നും സർക്കാർ ഒപ്പമുണ്ടെന്നും മമത. ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചെന്നാരോപിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ BJP പ്രതിഷേധം. വിവാദമായത് മദ്യപർക്കും അവിവാഹിതർക്കും വെവ്വേറെ ദൈവങ്ങൾ എന്ന പരാമർശം. കോൺഗ്രസിന് ഹിന്ദുക്കളോട് വെറുപ്പെന്ന് BJP മുൻ അധ്യക്ഷൻ സഞ്ജയ് ബണ്ടി. രേവന്ത് ശ്രമിച്ചത് വിശ്വാസത്തിന്റെ വൈവിധ്യം സൂചിപ്പിക്കാനെന്ന് വിശദീകരിച്ച് കോൺഗ്രസ്. അയോധ്യയിലെ നിർദ്ദിഷ്ട ക്ഷേത്രം മ്യൂസിയം വിപുലീകരണത്തിന് UP മന്ത്രിസഭയുടെ അംഗീകാരം. 52 ഏക്കറിലെ മ്യൂസിയം നിർമ്മാണ പ്രവർത്തന കരാർ ടാറ്റ സൺസിന്. പദ്ധതിയുടെ ഭാഗമാകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളും. ജവഹർലാൽ നെഹ്റുവിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ബാബറി മസ്ജിദ് നിർമ്മിക്കാൻ നെഹ്റു ശ്രമിച്ചു. പദ്ധതി തടഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലെന്നും ഗുജറാത്തിലെ പരിപാടിയിൽ രാജ്നാഥ് സിംഗ്. പച്ചക്കള്ളമായ പരാമർശം പിൻവലിച്ച് മന്ത്രി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ്. ജാർഖണ്ഡിലും ഇന്ത്യ സഖ്യനില പരുങ്ങലിൽ. സഖ്യം വിടാൻ JMM ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. ഹേമന്ത് സോറൻ BJPയുമായി ചർച്ച നടത്തിയെന്ന് ദേശീയ മാധ്യമങ്ങൾ. അധികാര കൈമാറ്റ അഭ്യൂഹങ്ങൾക്കിടെ അമിത്ഷായെ കണ്ട് സംസ്ഥാന ഗവർണർ സന്തോഷ് ഗാംഗ്വാർ. ഡൽഹിയിലെ UAE ദേശീയ ദിനാഘോഷ വേളയിൽ നൃത്തം ചെയ്ത് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. പാട്ടിനൊപ്പം ചുവടുവെച്ചത് ഇന്ത്യയിലെ UAE എംബസി സംഘടിപ്പിച്ച ചടങ്ങിൽ. മന്ത്രിക്കൊപ്പം ആടിപ്പാടി പരമ്പരാഗത നൃത്ത കലാകാരന്മാരും. യുദ്ധവിമാന അപകടങ്ങളിൽ പൈലറ്റിനെ സുരക്ഷിതമാക്കാനുള്ള സംവിധാനം വികസിപ്പിച്ച ഇന്ത്യൻ DRDO. ചണ്ഡീഗഡ് ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി കേന്ദ്രത്തിലെ പരീക്ഷണം വിജയം. ഗവേഷണ വിജയത്തിൽ DRDOയെ അഭിനന്ദിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കർഷക ദുരിതത്തിൽ മധ്യപ്രദേശ് സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ വ്യത്യസ്ത പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് ഉമാങ് സിംഗിന്റെ നേതൃത്വത്തിൽ കഴുത്തിൽ ടാബ്ലോ കെട്ടി മാർച്ച് നടത്തി MLA-മാർ. അടിയന്തര ദുരിതാശ്വാസം വേണമെന്ന് ആവശ്യം. ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിൽ രൂപയുടെ മൂല്യം. ഡോളറിനെതിരെ 90.14 എന്ന നിലയിൽ ഇന്നത്തെ മൂല്യം. വിദേശ നിക്ഷേപത്തിലെ കൊഴിഞ്ഞുപോക്ക്, India-US വ്യാപാര കരാറിലെ അനിശ്ചിതത്വം എന്നിവ തിരിച്ചടി. സമാധാന കരാർ കാറ്റിൽ പറത്തി. ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേൽ. അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തെ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തി. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ സമാധാനം ഇനിയും അകലെ. അമേരിക്കയും റഷ്യയുമായുള്ള കൂടിക്കാഴ്ച തീരുമാനമാകാതെ പിരിഞ്ഞു. കൂടുതൽ ചർച്ച അനിവാര്യമെന്ന് റഷ്യ. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പുടിൻ. ചർച്ച നീണ്ടത് 5 മണിക്കൂർ. സൊമാലിയൻ കുടിയേറ്റക്കാരെ അപമാനിച്ച ഡൊണാൾഡ് ട്രംപ്. സൊമാലിയക്കാരെ അമേരിക്കയ്ക്ക് വേണ്ട. നാടിന് വേണ്ടാത്ത ചവറുകളെന്ന അധിക്ഷേപം. കുടിയേറ്റക്കാരനായ ഡെമോക്രാറ്റ് നേതാവിനും കടുത്ത വിമർശനം. ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധ ഇടപാടുകൾ പ്രധാന ചർച്ചാ വിഷയമാകും. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചെന്ന് വീണ്ടും ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. താൻ അവസാനിപ്പിച്ച 8 യുദ്ധങ്ങളിൽ ഓരോന്നിനും സമാധാന നൊബേൽ ലഭിക്കണം. യുദ്ധങ്ങളിൽ നഷ്ടപ്പെടുന്ന ജീവനുകളെക്കുറിച്ചാണ് ആശങ്കയെന്നും ട്രംപ്.
97-ാം വയസ്സിലേക്ക് കടക്കുന്ന കേരളത്തിന്റെ കഥാകാരൻ ടി പത്മനാഭന് ആദരവുമായി ഉലകനായകൻ കമൽഹാസൻ. ഒരു കലാകാരന് ലോകത്തെ ആകെ സ്നേഹിക്കാൻ കഴിയും എന്നതിന്റെ തെളിവാണ് പത്മനാഭൻ. ഇനിയും എഴുതിക്കൊണ്ടേയിരിക്കൂ എന്നും മാതൃഭൂമിയിലെ ലേഖനത്തിൽ പത്മനാഭൻ. ബോളിവുഡ് സെറ്റിൽ ശ്രദ്ധ നേടാൻ ആഡംബരക്കാർ അനിവാര്യമെന്ന് നടൻ ദുൽഖർ സൽമാൻ. വൻ അകമ്പടിയോടെ വന്നിറങ്ങിയാൽ വലിയ പരിഗണന. സെറ്റിലെ സമീപനം മാറിയത് വലിയ താരമെന്ന പ്രതീതി ബോധപൂർവം ഉണ്ടാക്കിയതോടെ. ദുൽഖറിന്റെ പ്രതികരണം ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ. സ്പാനിഷ് ലീഗിൽ ജൈത്രയാത്ര തുടർന്ന് ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ചത് 1-3 ഗോളുകൾക്ക്. ഫുൾഹാമിനെ കീഴടക്കി കിരീടപ്പോരിൽ ആഴ്സണലിന് തൊട്ടടുത്തെത്തി മാഞ്ചസ്റ്റർ സിറ്റി. ന്യൂകാസിൽ ടോട്ടനാം പോരാട്ടം സമനിലയിൽ.